ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ ദൈവവചനമായി വരുവാൻ എനിക്ക് കൃപ നൽകിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവിക ഭവനം എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയാണ്. അത് നമുക്ക് മുൻപോട്ട് പോകാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് ഇന്നത്തെ ചിന്ത. അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ ദൈവത്തിൻ്റെ ഭവനമാകുന്നു. ഇവിടെ ദൈവത്തിൻ്റെ ഭവനം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആരെയാണ്, എന്തിനെയാണ്? ഒരു കെട്ടിടത്തെയാണോ, ഒരു ബിൽഡിങ്ങിനെയാണോ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കോംപ്ലക്സിനെയാണോ? അല്ല, ഒരിക്കലുമല്ല. ഇവിടെ ദൈവിക ഭവനം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയുമാണ്. നമ്മളാണ് ദൈവത്തിൻ്റെ ഭവനം. കാരണം എന്താണ്? നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു. ഒരാൾ വസിക്കുന്ന ഇടമാണ് ഭവനം. അതുകൊണ്ട് തന്നെ എൻ്റെ ശരീരമാണ് ആ ദൈവത്തിൻ്റെ ഭവനം. എൻ്റെ ഉള്ളിൽ ആര് വസിക്കുന്നു? ക്രിസ്തു വസിക്കുന്നു. ഈ ഒരു തിരിച്ചറിവും യാഥാർത്ഥ്യ ബോധവുമുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. കാരണം ഇതാണ് ആത്യന്തികമായി നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ ഭവനമാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഭവനമാകുന്ന നമ്മൾ ഈ ലോകത്തിൽ നിന്നും വേർപെടേണ്ടത് അത്യാവശ്യമാണ്. കാരണം മറ്റുള്ളവരുടെ ഉള്ളിൽ ഉള്ളത് എന്താണ്? ക്രിസ്തുവാണോ? അല്ല, അവരുടെ ഉള്ളിലുള്ളത് ഈ ലോകത്തിൻ്റെ സ്പിരിറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് വ്യത്യസ്തതയുള്ളവരാണ്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ഗാനം, ദൈവ സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, ഇതെല്ലാത്തിലും മുഴുകിക്കൊണ്ട് ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിൽ നിന്നും വേർപെടേണ്ടവരാണ് ദൈവിക ഭവനമായ ഓരോ വിശ്വാസികളും. അതുകൊണ്ട് നമ്മൾ ദൈവിക ഭവനമായ നമുക്ക് ഒരു വേർപാട് അത്യാവശ്യമാണ്. ഭവനം മോടി പിടിപ്പിക്കുന്നത് പോലെ പുറമെ പെയിന്റ് അടിച്ച് ഡെക്കറേഷൻ ചെയ്ത് നടന്നിട്ട് കാര്യമില്ല. അതിനകത്ത് വസിക്കുന്ന ആള് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ അത് എത്രത്തോളം ഡെക്കറേറ്റ് ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിൽ ആര് വസിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ തന്നെയാണ് ക്രിസ്തുവിൻ്റെ ഭവനം. രണ്ട് കാര്യങ്ങൾ ഇവിടെ ഈ വചനത്തിൽ എടുത്തു കാണിക്കുന്നുണ്ട്. ഒന്ന്, പ്രത്യാശയുടെ ധൈര്യം. രണ്ട്, പ്രശംസ. പ്രത്യാശയുടെ ധൈര്യം എന്താണ്? ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഞാൻ നിത്യജീവൻ അവകാശിയാണ്. ഈ ലോകത്തിൽ നിന്ന് ഞാൻ മാറ്റപ്പെട്ടാൽ എനിക്കായിട്ട് ഒരുക്കിയിട്ടുള്ള സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരേണ്ടുന്നവനാണ് ഞാൻ. അതിനുള്ള ഒരു ടിക്കറ്റാണ് എന്ത് പറയുന്നത്? അതിനുള്ളൊരു മുദ്രയാണ് നമ്മൾ റിസീവ് ചെയ്യുന്ന ഈ ക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റ്. നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ റിസീവ് ചെയ്യുന്നത് നമുക്ക് മുദ്ര ഏൽപ്പിക്കുകയാണ്. നമ്മൾ സ്വർഗത്തിനുള്ളവരാണ് എന്നുള്ള മുദ്ര നമ്മളിൽ ഏൽപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മുദ്ര ഏറ്റവരായ, സ്വർഗീയമായ ദൈവത്തിന്റെ മുദ്രയേറ്റ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായ സഹോദരന്മാരായ നമ്മൾ ഓരോരുത്തരും പ്രത്യാശയുടെ ധൈര്യം അന്ത്യത്തോളം മുറുകെ പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് അവസാനത്തോളം നമ്മൾ മുറുകെ പിടിക്കേണ്ടത്? നമ്മളെ ഏത് നേരം വേണമെങ്കിലും ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടാം. പക്ഷെ ആ സമയത്ത് നമ്മൾ വിശ്വാസത്തിലല്ലെങ്കിൽ, പിന്മാറ്റത്തിലാണെങ്കിൽ, പിന്നെ നമുക്ക് ഈ ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാനോ സ്വർഗത്തിന് അവകാശിയായി തീരുവാനോ നമുക്ക് പറ്റത്തില്ല. പ്രത്യാശയുടെ ധൈര്യം മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ ആ ധൈര്യം എന്താണ്? നമ്മൾ ആദ്യമേ വിശ്വാസത്തിൽ വരുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. എന്താണ്? യേശുക്രിസ്തുവിന്റെ രക്തം എൻ്റെ സകല പാപങ്ങളും പോക്കി എന്നെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. ഈ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആ രക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിശ്വാസത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, മുൻപോട്ടുള്ള നമ്മളുടെ ജീവിത യാത്രയിൽ ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും സാത്താൻ എന്ത് ചെയ്യുന്നറിയാവോ? ഈ പ്രത്യാശയുടെ ധൈര്യം നമ്മളിൽ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത തെറ്റുകൾ, നമ്മളുടെ കുറവുകൾ, നമ്മളുടെ തെറ്റുകളെല്ലാം എന്ത് ചെയ്യും? നമ്മളുടെ മൈൻഡിലേക്ക് സാത്താൻ കൊണ്ടുവരും. നീ അത് ചെയ്തില്ലേ, നീ അന്ന് ആ വ്യക്തിയോട് ഇത് പറഞ്ഞില്ലേ, നീ ചെയ്യേണ്ടാത്തൊരു കാര്യം നീ ചെയ്തില്ലേ, ആരും അറിയാതെ നീ ഒരു കാര്യം ചെയ്തില്ലേ എന്നെല്ലാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത പല കാര്യങ്ങളും പിശാച് നമ്മളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരും. ആ സമയത്ത് നമ്മൾ ആ പിശാചിന്റെ ആ ഒരു ട്രിക്കിനകത്ത് വീണ് പോയി കഴിഞ്ഞാൽ, ഇത് പിശാചിന്റെ ഏറ്റവും വലിയൊരു ട്രിക്കാണ് കേട്ടോ.
ഇതിനകത്ത് നമ്മൾ വീണുപോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പിന്മാറ്റ അവസ്ഥയിലാണ്. യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നുള്ള വിശ്വാസം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വചനം വായിക്കുന്നില്ല എങ്കിൽ, ദൈവാത്മാവിനാൽ വളരുന്നില്ല എങ്കിൽ, നമുക്ക് ശരിയായിട്ടുള്ള ആത്മീയ പോഷണം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, നമ്മൾ പോകുന്ന സഭയിൽ നിന്നും ശരിയായിട്ടുള്ള ആത്മീയ ആഹാരം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, ഈ ലോകത്തിലെ ചിന്തകൾ, ഈ ലോകത്തിലെ വസ്തുതകൾ, നമ്മളുടെ ആകുല ചിന്തകളെല്ലാം കൂടി നിറഞ്ഞ് നമ്മളുടെ മനസ്സിനെ അതിനെ ഞെരുക്കുകയും നമ്മുടെ മനസ്സിൽ വീണ വചനത്തെ എടുത്തു കളയുകയും ചെയ്താൽ, യേശുക്രിസ്തുവിന്റെ രക്തം എൻ്റെ പാപം പോക്കി എന്ന ചിന്ത നമ്മളിൽ നിന്നും ചിലപ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് പിശാച് ഈ ചിന്തയുമായിട്ട് നമ്മളുടെ മുമ്പിൽ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്മാറ്റത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആയ അവസ്ഥയിൽ, നിരാശയിൽ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യും? പിശാച് നമ്മളെ തളച്ചിടാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ മദ്യപാനമായിരിക്കാം, ഒരുപക്ഷെ ലഹരിയായിരിക്കാം, ഒരുപക്ഷെ മറ്റു പല തരത്തിലുള്ള സ്വഭാവങ്ങളുമായിരിക്കും. ഈ സ്വഭാവത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥാന്തരം പിശാച് സൃഷ്ടിക്കുവാൻ, അല്ലെങ്കിൽ പിശാച് അവൻ്റെ തന്ത്രത്താൽ നമ്മളെ ഈ ഒരു കെണിയിൽ വീഴ്ത്തുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും യേശുവിൻ്റെ രക്തം, ഈ ഒരു ചിന്ത നമ്മളുടെ മൈൻഡിലേക്ക് വരുമ്പോൾ തന്നെ, എൻ്റെ യേശുവിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചു എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ ചിന്ത വരുമ്പോൾ സാത്താനോട് വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. പിശാചേ, നിനക്കെൻ്റെ മേൽ അധികാരമില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ പാപിയാണ്, ശരിയാണ്. പക്ഷേ എൻ്റെ യേശുവിൻ്റെ രക്തം എന്നെ ശുദ്ധീകരിച്ചു. ആ രക്തത്തിൽ എനിക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട് എന്ന ദൈവവചനം നിങ്ങളുടെ നാവിൽ നിന്ന് വരികയും ചെയ്തു കഴിഞ്ഞാൽ, ഈ പ്രത്യാശ നമ്മൾ മുറുകെ പിടിക്കുന്ന ധൈര്യമുള്ളവരായി നമ്മൾ മാറിത്തീരുകയാണ്. ഈ ധൈര്യമാണ് നമുക്ക് വേണ്ടത്. ഈ ധൈര്യം ഇല്ലാതാക്കാനാണ് സാത്താൻ ശ്രമിക്കുന്നത്. അന്ത്യത്തോളം നമ്മൾ മുറുകെ പിടിക്കുന്നത് കൊണ്ടല്ല നമ്മൾ സ്വർഗത്തിൽ പോകുന്നത്, ദൈവത്തിൻ്റെ കൃപയാലാണ്. പക്ഷേ ഇത് നമ്മളുടെ ഒരു കടമയാണ്, നമ്മളത് ചെയ്യണം. കാരണം ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ പിന്മാറ്റത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ തിരിച്ച് നമ്മളുടെ ലോകപരമായ പാഠങ്ങളിലേക്ക് വീണ്ടും തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എബ്രായ ലേഖകൻ ഇവിടെ എഴുതിയിരിക്കുന്നത്, പ്രത്യാശയുടെ സ്വീകാര്യം നമ്മൾ മുറുകെ പിടിക്കണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പ്രശംസയാണ്. ആംപ്ലിഫൈഡ് ബൈബിളിൽ പ്രശംസ എന്ന വാക്കിന് എഴുതിയിരിക്കുന്നത് ദ സെൻസ് ഓഫ് ട്രയംഫ് എന്നാണ്. കാരണം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ഈ ലോകത്തെ ജയിച്ചു. എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്? ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. കാരണം നിന്റെ ഉള്ളിൽ വസിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താനേക്കാൾ വലിയവനായ കർത്താവായ ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് നീ ഒരു ജയാളിയാണ്. നീ ക്രിസ്തുവിലും ക്രിസ്തു നിന്നിലും വസിച്ചാൽ നീ ഒരു ജയാളിയായി തീർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഈ സെൻസ് ഓഫ് ട്രയംഫും നമ്മളുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ വഹിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ ശരിക്കും ഈ ലോകത്തിൽ നിന്ന് വേർപെടുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി നമ്മൾ മാറുകയും ചെയ്യും. റോമർക്ക് എഴുതിയ ലേഖനം 6 ആ ഭാഗത്ത് പറയുന്നത് പോലെ ദൈവത്തിനായി ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവത്തിനായി, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ഗാനം, സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, ഇത് മാത്രമായിരിക്കണം. നമ്മളുടെ ചുറ്റുമുള്ള ലോകം എന്ന് പറയുന്നത് ദൈവവചനമായിരിക്കണം, ദൈവത്തെക്കുറിച്ചുള്ളതായിരിക്കണം, സ്പിരിറ്റ് ആയിരിക്കണം. ഒരു ചിന്ത കൂടി ഞാൻ നിങ്ങളോട് പറയാം. പിശാച് നിങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ, സാത്താൻ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ, നിങ്ങളൊരു സ്പിരിച്വൽ അറ്റാക്കിലാണെന്ന് നിങ്ങൾ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, ഓൺലി ത്രൂ ദ സ്പിരിറ്റ് ദാറ്റ് വി വിൽ വിൻ. ആത്മാവിനാൽ മാത്രമേ പിശാചിനെ ജയിക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്കെതിരെ കൂടോത്രം ചെയ്യുന്നുണ്ടാകാം, ദുർമന്ത്രവാദം, ആഭിചാരം, എന്തും ചെയ്തോട്ടെ. പക്ഷേ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ, സ്നേഹം, ക്ഷമ, സമാധാനം നിങ്ങളിലുണ്ടെങ്കിൽ ഇവയ്ക്കൊന്നിനും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, നിങ്ങളെ തകർക്കാൻ സാധിക്കത്തില്ല. കാരണം നിങ്ങൾ യേശുവിൻ്റെതായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ക്രിസ്തു യേശുവിൻ്റെ സ്പിരിറ്റിലൂടെ നമുക്ക് പിശാചിനെ ജയിക്കാൻ സാധിക്കും. നമ്മൾ ജയിച്ചവരാണ്. അതുകൊണ്ട് പിശാച് വീണ്ടും നമ്മളെ ഈ ലോകത്തിലേക്കും പാപത്തിലേക്കും പിൻപോട്ട് വലിക്കുമ്പോൾ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തു വസിക്കുന്ന ദൈവീക ഭവനമായി നമ്മൾ മാറേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ മാറിയാൽ ഈ ലോകത്തിൽ നമുക്ക് ജയജീവിതം നയിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ആ ന്യായവിധി ദിവസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് പറയുവാനായിട്ട് എന്തുണ്ടാകും? ഒരു ധൈര്യമുണ്ടാകും. നമ്മൾ ലജ്ജിതരായി
തീരത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ മുൻപോട്ട് പോകുന്ന വിശ്വാസികളായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ. ട്രയംഫൻ്റ് ആയിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ മുൻപോട്ട് പോയി പിശാചിനെ, ലോകത്തെ ജയിക്കുന്ന വിശ്വാസികളായി നിങ്ങൾ തീരട്ടെ. സാത്താനുമേൽ നിങ്ങൾക്ക് ജയമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാക്കി നിങ്ങൾ ഓരോരുത്തരെ മാറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.